എത്ര രൂപ ഇപ്പൊ കുറ്റി? എത്ര രൂപ? 900. പക്കാവട വേണവരൊക്കെ വരൂ. പക്കാവട വേണുള്ളവരൊക്കെ വരൂ. വേണോ? അതങ്ങ് കള, നൂലങ്ങ് കള. പക്കാവട വേണവരൊക്കെ വരൂ. എടുത്തോ എടുത്തോ. മതിയാ? ആദ്യം ഒരു പാത്രത്തിൽ ഇട്ടേരാ. സിദ്ധാർത്ഥ ഒരു പാത്രം എടുത്തു കൊടുറാ. ഒരു പാത്രം എടുത്തോളൂ. അതാ പാത്രത്തിൽ ഇട്ടേന്നു കൊണ്ടുപോ. വേണോ? ഇത് കൂടെ ബക്കറ്റി കൊണ്ട് വെച്ചോ. മതി, ബക്കറ്റി കൊണ്ട് വെച്ചോ. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു 4 മണി തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ എല്ലാ വിശേഷങ്ങളുമായി എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം സിദ്ധാർത്ഥൊക്കെ ഒരാൾ സ്കൂളിൽ പോയി, ഒരാൾ അംഗൻവാടിയിലൊക്കെ പോയിട്ടൊക്കെ വന്നു. അവർ കുളിയൊക്കെ കഴിഞ്ഞും വന്ന ഉടനെ തന്നെ അവർക്ക് അപ്പമൊക്കെ കൊടുത്ത്. രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പമൊക്കെ കഴിച്ച് അപ്പോൾ അവരെ കളിയൊക്കെ തുടങ്ങിയിരിക്കണം അവർ രണ്ടുപേരും. അപ്പോൾ ആ നേരത്തെ ഞാൻ ഒരു എല്ലാവർക്കും കട്ടനൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കട്ടൻ പക്കാവട. നമ്മൾ ആദ്യക്കുട്ടന് മുടി വെട്ടിയായിരുന്നു. ചേട്ടനാട്ടോ വെട്ടിയത് മുടിയൊക്കെ. മുടിയൊക്കെ ഇന്നാണ് കുളിപ്പിച്ചത്. 1 മാസമായി ഈ കൊച്ചു കുളിച്ചിട്ടുണ്ട്. 1 മാസമായി കുളിച്ചിട്ട്. ഇന്ന് തലമുടിയൊക്കെ രാവിലെ വെട്ടി കുളിപ്പിച്ച് അംഗൻവാടിയിലോട്ട് വിട്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ ഒരു ദിവസം അംഗൻവാടിയിൽ പോയി. അതിനുശേഷം ഇന്നാണ് വീണ്ടും പോയത്. അപ്പോൾ നേരത്തെ മാമൻ ഗ്യാസ് ഊറ്റി കൊണ്ടുപോയതാണ് കേട്ടോ. ഇവിടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പണി നടക്കുന്നുണ്ട്. ഇന്ന് പണി നടക്കുന്നില്ല, ഇന്നലെ വരെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വഴിയൊക്കെ കുറച്ചുകൂടെ വീതിയൊക്കെ കൂട്ടി ടാറിടാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ JCB കൊണ്ട് അവിടെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചെളിയാട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര ചെളി. അപ്പോൾ നമ്മളൊക്കെ നടന്നൊക്കെ പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെളി മഴയൊക്കെ പെയ്ത് ഭയങ്കര മഴയും. അവിടെ മാമ ഗ്യാസ് ഊറ്റി കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴിന്ന് നമ്മളെ സാധനങ്ങളൊക്കെ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. എല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കടയിലൊക്കെ ഒന്ന് പോയിട്ട് പനി പിടിച്ചതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും കൂടെയൊക്കെ വെഞ്ഞാറമൂട്ടിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഇറങ്ങി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാം ചാക്കിൽ തന്നെ ഇരിപ്പുണ്ട്. ചാക്കിലായിട്ടോ കൊണ്ടുവന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. തരാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. മലക്കറി മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മാങ്ങയൊക്കെ മേടിച്ചു കേട്ടോ. മാങ്ങയൊക്കെ ഇത്തിരി വില കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇത്തിരി മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് പിന്നെ കാണിച്ചേട്ടോ. ഇത് മാങ്ങ പിന്നെ എന്തുകൊണ്ട് പച്ചമുളക്, വെണ്ടയ്ക്ക പിന്നെ എന്തൊരു കോവയ്ക്ക, ഇത്ര ഐറ്റമുള്ളതാണ് കേട്ടോ. കോവയ്ക്കൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ രാത്രി പേരയ്ക്കല്ല, ഇത് മാങ്ങ നമുക്ക് അച്ചാറിടാൻ. എടാ ഇത് പഴുത്ത മാങ്ങ അല്ല, ഇത് പച്ചയാണ്. പച്ച മാങ്ങ വേണോ നിനക്ക് തിന്നെ? ഭയങ്കര പുളിപ്പാണ് ഇത്, ഭയങ്കര പുളിപ്പ്. പിന്നീട് തരാം. ഭയങ്കര പുളിപ്പ്, മധുരമുള്ള മാങ്ങ അല്ല. അപ്പോൾ ഞങ്ങളെ മുളകും മല്ലിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ചു. മുളകൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്, പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അതൊക്കെ പൊടിച്ചുകൊണ്ടൊക്കെ വന്ന് മുളക് പൊടി. അപ്പം ഞാൻ ഒരു സേമിയ മേടിച്ച കേട്ടോ. അപ്പോൾ എനിക്കൊരു ഉപ്പുമാവ്, ഇതിന് സേമിയയുടെ ഉപ്പുമാവ് തിന്നാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യ. അപ്പോൾ ഇതിൻ്റെ പായസവും കുടിക്കാൻ കൊതിയായിട്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിലിരുന്ന
ഞാൻ മിനിങ്ങാന്നു കടയിൽ പോയി ഒരു സേമിയ മേടിച്ചുകൊണ്ട് വന്ന് കുറച്ചതിൽ എടുത്ത് പായസം വെച്ച് കുടിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ച്. ഇനി ബാക്കി അതിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തികയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ കവറും കൂടെ ഇന്ന് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നു. എല്ലാം റെഡിയാക്കി അതാ സ്ഥാനത്ത് വെച്ചിട്ടാണ് ഈ സാധനങ്ങളെല്ലാം അതാ സ്ഥാനത്ത് വെച്ചതിന് ശേഷമാണ് എനിക്കിന്ന് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി തിന്നാൻ. ഭയങ്കര പൊതിയായിട്ട് വയ്യ. ഈ ക്യാപ്സിക്കം അല്ലേ അതൊക്കെ ഇട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി തിന്നാൻ പൊതിയായിട്ട് വയ്യ. പിന്നെ തക്കാളി വാങ്ങിച്ചു, പിന്നെ ക്യാപ്സിക്കം വാങ്ങിച്ചു വെച്ചു. പച്ച കളറിലെ ക്യാപ്സിക്കമാണ് മേടിച്ചത്. മറ്റേ കളറുള്ള ക്യാപ്സിക്കം ഇല്ലേ, മഞ്ഞ കളറിലില്ലേ, അതവിടെ കിട്ടിയില്ല. പിന്നെ പഞ്ചസാര, ഉഴുന്ന്, പിന്നെ എന്താണ് കടല, ഇത് ഏത്തപ്പഴം മേടിച്ചു. പിന്നെ പുളി വാങ്ങിച്ചു, ശർക്കര മേടിച്ചു. ഇതിലിങ്ങനെ ചെറിയ ഉള്ളി, പിന്നെ എന്താണ് ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ. പിന്നെ വേറെ തീപ്പെട്ടി, മസാല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഞങ്ങൾ പോയപ്പോൾ മേടിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇനി അതാ സാധനത്തൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകണം. ഉപ്പുമാവ് തിന്നോളാൻ വയ്യാതെ ഞാൻ ഇരിക്കണം. അങ്ങനെ പനി പിടിച്ച ശേഷം വായിക്ക് രുചിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിന്നാൻ എന്തെങ്കിലും കൊതി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ അടുത്തുള്ള കടയില്ലേ മൂഴി, അവിടേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയൊക്കെ കഴിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി. ഉപ്പുമാവ് തിന്നാൻ വേണ്ടി കൊതിയായിട്ട് വയ്യായിരുന്നു. പക്ഷേ സേമിയയുടെ സേമിയ കിറ്റിയ കടയിലുണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചായിരുന്നു. പക്ഷേ ഈ ക്യാപ്സിക്കം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് വിഞ്ഞാറ മൂട്ടി പോയപ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോവയ്ക്ക മേടിച്ചെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക നമുക്ക് രാത്രി മെഴുക്ക് പുരട്ടി വയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ മഞ്ഞ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കോവയ്ക്ക ഇട്ട് അത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. അപ്പോൾ ആ നേരത്തെ നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാൻ മെനിഞ്ഞാന്ന് വാങ്ങിച്ച സേമിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പായസം വെച്ച് ബാക്കി ഇരിപ്പുണ്ട്, അതാണ് ആദ്യം എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒടിച്ചെടുക്കണം. ഒരുപാട് ചെറിയ അളവിനല്ല കേട്ടോ ഞാൻ ഒടിച്ചെടുക്കുന്നത്, കുറച്ച് ഇത്തിരി വലുതായിട്ടാണ്. ഈ സേമിയ ഉപ്പുമാവ് ആർക്കൊക്കെ ഇഷ്ടമുണ്ട് അത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സേമിയ ഉപ്പുമാവ്. എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും ഇങ്ങനെ കൊതി തോന്നുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എൻ്റെ പഴയ വീഡിയോസിൽ അതിലൊന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലൊന്ന് കുറച്ചുകൂടെ എടുക്കാം, എന്നാലേ എല്ലാവർക്കും തികയുള്ളൂ. അപ്പോൾ ഇതിലൊന്നും കുറച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഇതിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കാം. പായസം വയ്ക്കാനോ പിന്നെ എന്തെങ്കിലും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാമല്ലോ. അപ്പോൾ നമുക്കിനി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോകാം. അനിയന്റെ മോളാണ് കേട്ടോ, ഇപ്പൊ വന്നതേ ഉള്ളൂ. മക്കൾ എന്ത് തിന്നണ മക്ക അവിടെ പേരെന്താ പറഞ്ഞോളൂ. എല്ലാവരും ടാറ്റ കൊടുക്കണം. ടാറ്റ എന്ന് പറ, ടാറ്റ കൊടുത്താലോ. ടാറ്റ കുടിക്കും മക്കള്. മക്കള് തിന്നോ തിന്നോ തിന്നോ. ചേട്ടന്റെ സഹോദരന്റെ മോളാണ് കേട്ടോ നമ്മളെ ധ്വനിക്കുട്ടി. ധ്വനികന്നല്ലേ പേര്? മക്കളെ പേരെന്തിനാ മക്കള്? വിടൂല. നമ്മൾ അടുപ്പൊക്കെ കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുത്ത കേട്ടോ. ഉരുളി ഒന്ന് ചൂടാവട്ട്. അപ്പം നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കളറൊക്കെ മാറി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഇരുന്നാൽ കരിഞ്ഞു പോയി. കരി മുമ്പേ ഇനി എടുത്തേക്കാം. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും ഒരുമിച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കശുവണ്ടി പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി തീരട്ടെ. കുറച്ച് കശുവണ്ടി പരിപ്പ്. ഞാൻ വരണേ. കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തോടൊന്നും കളഞ്ഞില്ല കേട്ടോ. കുറച്ച് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തത്. കുറച്ച് സവാള, പകുതി സവാള കേട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി കേട്ടോ. ഇനി കുറച്ച് വെള്ളം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഇതൊന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ നല്ല ഒന്ന് വെന്ത് കിട്ടണം. ഇനി തീ ഇടട്ടെ. ഞാൻ ഇത്രയും നേരം തീ കുറച്ചാണ് വെച്ചിരുന്നത്. തീ ഇട്ടില്ല. അപ്പോഴും നമ്മളെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ അടച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ തീ കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. രണ്ട് തീ കുറച്ച്. ഇപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഇവിടെ വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ കുഴയൊന്നും ആവാതെ അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനി വാങ്ങിയെടുക്കണേ. ഇനി ഇരുന്നാൽ കരിഞ്ഞു. അപ്പം നമ്മൾ ധോനിക്കുട്ടി വീട്ടിൽ പോയ കേട്ടോ. താഴെ ഞാൻ കൊണ്ടാക്കി. പിന്നെ അവൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു താഴെ. പിന്നെ ഞാൻ കൊണ്ടങ്ങ് ആക്കി. അപ്പം നമുക്കിനി ഇത് ചൂടോടെ തന്നെ കഴിക്കാം. ഇനി വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ഈ സേമിയ ഉപ്പുമാവിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണില്ല. അപ്പം ഞാൻ ഇതിനെയൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും കൂടെ അവിടെ പിടിച്ചിരുത്തി ഞങ്ങൾ കഴിക്കാൻ പോകും. സിദ്ധാർത്ഥേ, നൂഡിൽസ് വേണമെങ്കിൽ വാ. നൂഡിൽസ് ഉണ്ടാക്കി ഇപ്പം വരും. നൂഡിൽസ് ഒന്ന് കേട്ടോണ്ട്. നൂഡിൽസ് വേണോ? വേണമെങ്കിൽ വാ. നൂഡിൽസ് അപ്പോൾ ഇന്നിനി അടുപ്പൊന്നും കത്തിക്കൂല കേട്ടോ. ഇനി വിറവെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കും. നാളെ കത്തിക്കാൻ വേണ്ടിയാണ്. മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ
വിറവൊക്കെ നേരത്തെ ഇവിടെ കൊണ്ട് വെച്ചായിരുന്നു. ഇതൊക്കെ എടുത്ത് ഇവിടെ ഇത് പുറത്തോട്ട് വെക്കാൻ. ഇപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ തീർന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും കഴിച്ചു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്നും ഇവിടെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പുഴ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വല്ലപ്പുഴ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇനി ഇപ്പം ഉരുളി ഒന്ന് കഴുകി വയ്ക്കണം, കൈയോടെ തന്നെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഉരുളി കൂടെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് ഇനി മാങ്ങ അച്ചാറിടണം. അപ്പോൾ നമ്മളെ കോവയ്ക്കൊക്കെ വെള്ളത്തിൽ കിടക്കണേ ഉള്ളൂ. അപ്പോൾ മാങ്ങ അച്ചാർ ഇന്ന് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ, നാളത്തേക്ക് ചിലപ്പം പഴുത്ത് പോയാൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് മാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഇത് കഴുകി വെച്ചിട്ടാണ് മാങ്ങ ഒന്ന് അരിഞ്ഞ് അച്ചാറിടുന്നത്. പിന്നെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ആട്ടണം. നാളെ ദോശയ്ക്കാണ് കേട്ടോ. രാവിലെ പുട്ട് കവിച്ചുകൊണ്ട് നിന്നാലേ അത് സിദ്ധാർത്ഥൻ്റെ ബസ്സങ്ങ് പോവും. ഞാൻ പുട്ട് കവിച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ ഞാൻ സ്കൂളുള്ള ദിവസം മിക്ക ദിവസവും ദോശ, അപ്പം, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളില്ലാത്ത ദിവസമേ പൂരി, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നാലേ ബസ് പോവും. അപ്പം ഞാൻ രാവിലെ കുളിച്ചോണ്ടാണ് കടയിലോട്ടൊക്കെ പോയത്. അപ്പോൾ ഇനിയിപ്പം കുളിക്കുന്നില്ല. ഇനി കിടക്കാൻ നേരത്തെ മേലൊന്ന് കഴുകിയിട്ട് കിടക്കും. അപ്പോൾ ഈ മാങ്ങേ നമ്മൾ വെഞ്ഞാറമൂട്ടിന്ന് മേടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വില പറഞ്ഞില്ലല്ലേ. ഇത് 60 രൂപയാണ്, 1 കിലോ 60 രൂപ. ഇത്തിരി പുളിപ്പ്, നല്ല പുളിപ്പ് കേട്ടോ. ഇത്തിരിയല്ല, നല്ല പുളിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കോവയ്ക്ക് മെഴുക്കുരുട്ടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാങ്ങ അച്ചാർ ഇട്ടായിരുന്നു കേട്ടോ, മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഇനി അരി ആട്ടണം. ദോശയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഉഴുന്ന് പ്രത്യേകം, അരി പ്രത്യേകമായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി കഴുകിയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അത് അരിയാട്ടണം. അരിയാട്ടി വെച്ചതിന് ശേഷമേ ചോറുണ്ണുള്ളൂ. അപ്പോൾ സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ സിദ്ധാർത്ഥ അവിടെ പഠിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എഴുതിയാ ഒന്നുകൂടെ എഴുതു, പരിശോധിച്ചു. ഇനി പറയണ വാക്കുകൾ കാണാതെ എഴുതിക്കോ. അപ്പോൾ അരിയാട്ടി തീർന്നു. അങ്ങനെ ആ ജോലി തീർത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ചോറ് വേണോ? തരാം. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ചോറ് കഴിക്കാൻ പോവേണ്. അപ്പോൾ എന്തൊക്കെ കറികളൊന്നും കാണണ്ടേ. ചോറുണ്ട്, പിന്നെ രസവും മീനൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ. രസമുണ്ട്, പിന്നെ മീൻകറി, ചൂര മീൻകറിയാണ്. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. ഞാൻ ഇപ്പോൾ ആയിട്ട് അച്ചാറുണ്ട്. പിന്നെ കോവയ്ക്ക് മെഴുക്കുവരട്ടി. അപ്പം ഞങ്ങളിന്ന് ചോറ് കഴിക്കാൻ പോവാണ്. പാത്രം എടുത്തുള്ളൂ. ചോറ് വേണോ? കുറച്ച് അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിച്ചിട്ട് കാണാവേ. അപ്പോൾ എൻ്റെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞു. എൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഉറക്കമാണ്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ നേരത്തെ ഉറങ്ങി. അവർക്ക് നേരത്തെ ചോറ് കൊടുത്തതിന് ശേഷം അവരെ ഞാൻ കിടത്തി ഉറക്കി കേട്ടോ. ഉറക്കിയതിന് ശേഷമാണ്
ഞാൻ പാത്രം കഴുകാനൊക്കെ വേണ്ടി വന്നത്. അപ്പോൾ അവരൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.